അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാവർക്കും ഹാപ്പി വിഷു. നമ്മൾ ഇന്ന് വിഷു ആയിട്ട് കോഴിക്കോടേക്കുള്ള ഒരു യാത്രയിലാണ്. ഇവരൊക്കെയുണ്ട്. ഇത് എന്റെ അനിയൻ, അതും അനിയൻ. ഇത് അപ്പു, അത് അച്ചു. ഇത് അവരുടെ അമ്മ. അതിന്റെ ബേക്കിൽ എന്റെ മോളുണ്ട്. ഇതെന്റെ ഭർത്താവ്. അപ്പൊ നമുക്ക് മോളെ കാണാം. അപ്പൊ ബാക്കി വിശേഷങ്ങൾ നമുക്ക് പോകെ പോകെ ഷൂട്ട് ചെയ്യാം. അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന അത്രയേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ നമ്മള് ബൈപ്പാസ് വഴി പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോ ബൈപ്പാസ് വഴി നമ്മൾ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതാ ഐനൂസ് നല്ല ഉറക്കം. ഐനൂസിന് ഉറക്കത്ര അങ്ങോട്ട് ശരിയാകത്തോണ്ട് ഇപ്പൊ കാര്യമായ ഉറക്കത്തിലാണ് ആള്. അങ്ങനെ നമ്മളിപ്പോ വടകരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഹോട്ടൽ നോക്കിക്കൊണ്ട് എവിടെയും തുറന്നിട്ടില്ല ഈ സമയത്ത്. ഇപ്പൊ ആരൊക്കെ ഇങ്ങനെ കരിഞ്ഞിട്ടൊക്കെയുള്ള മണമൊക്കെ വരാൻ തുടങ്ങി അല്ല. എല്ലാവർക്കും വിശക്കണ്ട് പറയണ. എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമുക്ക് ഇതൊക്കെ ശീലമായി, ഇതൊക്കെ നിസ്സാരാണ്. ഓന് പ്രശ്നമില്ലായിരിക്കും, പക്ഷെ നമുക്കതിനെ പ്രശ്നമുണ്ട്. നമുക്ക് നല്ല വിശപ്പുണ്ട്. ഹോട്ടലിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഏതെങ്കിലും ഒന്നും ഹോട്ടൽ തുറന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കഴിച്ചാൽ മതി എന്നുള്ള ഒരു സംഭവം ഇപ്പോൾ. പിന്നെ നമ്മളിന്ന് ഇറങ്ങിയ ലേറ്റ് ആയതുകൊണ്ടല്ലേ, നല്ല ട്രാഫിക് കിട്ടിയ കുറച്ച് ലേറ്റ് ആയി. പിന്നെ അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട് രാവിലെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോ തിരിച്ചു വരുമ്പോ ഇതിലും പത്തായിരിക്കാനാണ് ചാൻസ് കൂടുതലല്ലേ. പിന്നെ കാലാവസ്ഥ കുഴപ്പമില്ല ഇപ്പം, അതുകൊണ്ട് മഴേന്റെ ഇതൊന്നും കാണുന്നില്ല. നല്ല കാലാവസ്ഥ തന്നെ. നമുക്ക് പോകെ പോകെ കാണാല്ലേ അല്ലേ അപ്പു? അപ്പൊ ഫുഡ് കഴിക്കാൻ കയറുമ്പോ കാണാം. നമ്മളിപ്പോ വടകര കഴിഞ്ഞ് പിരിങ്ങിലെത്തി. അപ്പൊ എല്ലാവർക്കും വിശപ്പോടെ തന്നെ ഫുഡ് കഴിക്കാൻ കയറാൻ പോവാണ്. ഇവന് വിശന്നിട്ടല്ല ഫുഡ് കഴിക്കാൻ പോന്നെ, എല്ലാവർക്കും വിശന്നോണ്ട് ഫുഡ് കഴിക്കാൻ പോന്നെ അല്ലേ? എല്ലാവർക്കും വിശന്നില്ലേ? അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാ. അയിനു കുട്ടി എണീറ്റിട്ടുണ്ട്. അയിന് അച്ഛനാക്കി എല്ലാരും ഒച്ചപ്പാടാക്കി എണീപ്പിച്ചില്ലേ? കക്ഷിക്ക് മൂട് ശരിയില്ല. അവൾ ഉറങ്ങുന്ന സമയത്ത് അവള് എണീപ്പിച്ചിനി. ഞാൻ എന്നാ പറയും. നമ്മളിപ്പോ ഓർഡർ ചെയ്തിരിക്കുന്ന ഫുഡ് ഇതൊക്കെയാണ്. പുട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്, നൂൽപുട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്, പിന്നെ പൂരി ഓർഡർ ചെയ്തിട്ടുണ്ട്, പിന്നെ കടലക്കറിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. നമ്മളിത് കഴിക്കട്ടെ. ബൈ. ഫുഡെല്ലാം കഴിച്ചിട്ടുണ്ട്. ഇനി നേരെ അങ്ങ് വെച്ച് പിടിക്കാം, ലേറ്റ് ആവുന്നതിന് മുമ്പ് അല്ലേ? ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നേരെ വിട്ടല്ലേ? പിന്നെ അടുത്ത സ്റ്റോപ്പ് കോഴിക്കോട്. അപ്പൊ നമ്മള് കോഴിക്കോട് എത്തിയിട്ടുണ്ട്. കോഴിക്കോട് ഇന്ന് വന്നത് എന്താന്ന് വെച്ചാ അത് അപ്പു പറഞ്ഞായിരുന്നു. പറയാപ്പോ. ഏച്ചിയുടെ തന്നെ ക്ലിനിക്കിന്റെ ഇനോഗ്രേഷൻ ആണ് ഇന്ന്. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ ഇന്ന് രാവിലെ തന്നെ പുറപ്പെട്ടേക്ക്. ഇപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞാലാണ് ഇനാഗ്രേഷൻ. നമ്മൾ സിറ്റി എത്തി, ഓൾമോസ്റ്റ് ഇപ്പൊ എത്താനായി. നമ്മൾ ഓൺ ദ വേ ആണ്. അപ്പൊ ബാക്കിയുള്ളതെല്ലാം അവിടെ വെച്ചാണ് അല്ലെ? ഈ നിമിഷത്തിൽ ചേച്ചിക്ക് എന്താ തോന്നുന്നേ? ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞങ്ങളുടെ രണ്ടുപേരുടെയും മാസങ്ങളുടെ പ്രയത്നത്തിന്റെ ഫലമാണ് ഇവിടെ ഉള്ളത്. അത്ര എക്സൈറ്റഡ് ആണ്, ഭയങ്കര സന്തോഷത്തിലാണ്. ഇനി പേഷ്യൻസിനും നമ്മളെ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കൊടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിലേറെ സന്തോഷമാവും. കേട്ടനോടിക്കാം. ഈ നിമിഷത്തിലായിട്ട് എന്താ പറയാനുള്ളത്? വളരെ വളരെ സന്തോഷം, നല്ല സന്തോഷം. നമ്മൾ കുറെ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ടൊരു ദന്ത സ്ഥാപനം തുടങ്ങണം എന്നുള്ളത്. അത് ഇന്നിവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. എല്ലാവരുടെ ഒരു സഹകരണവും സപ്പോർട്ടും സ്നേഹവും എല്ലാ വിധത്തിലുള്ള സംഭവങ്ങളുടെ ഒരു പിൻബലത്തിൽ നമുക്ക് ഇന്നിവിടെ ക്ലിനിക്ക് സ്റ്റാർട്ടാക്കാൻ പറ്റി. ഇന്ന് മുതലല്ല, മറ്റന്നാൾ മുതലാണ് നമ്മൾ ഫുൾ ഫ്ലെഡ്ജിൽ ഓപ്പൺ ആക്കുന്നത്. അപ്പൊ എല്ലാ സപ്പോർട്ടും എല്ലാവരുടെ ഭാഗത്തും ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നല്ല രീതിയിൽ എല്ലാം നല്ല രീതിയിൽ
കുറച്ചൊരു ഡിലേ ഉണ്ടായിരുന്നു നമ്മുടെ ഫംഗ്ഷന് തുടങ്ങിയ സമയത്ത് ഇത്തിരി നേരം ഡിലേ ഉണ്ടായിരുന്നു, ഒരു 10-20-25 മിനിറ്റ് പവറിന്റെ ഒരു ഇഷ്യൂ, വേറെ ഇഷ്യൂ ഒന്നും കറക്റ്റ് എവിടെയാ വരുന്നത്? ഇത് കറക്റ്റ് മുണ്ടിക്കൽ താഴം എന്ന് പറഞ്ഞ ജംഗ്ഷൻ, അതായത് മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ ദൂരത്താണുള്ളത്. മുണ്ടിക്കൽ താഴം എന്നാണ് സ്ഥലത്തിന്റെ പേര്. മുണ്ടിക്കൽ താഴം ജംഗ്ഷനിൽ വന്നിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കിയാൽ മതി, മെഡിക്കൽ കോളേജിൽ നിന്ന് വരുന്ന ഡയറക്ഷനിൽ. തൊട്ടടുത്ത് തന്നെയാണ്, പെട്ടെന്ന് നോട്ടീസ് ചെയ്യുന്ന സ്ഥലത്ത് തന്നെയാണ്. അപ്പൊ എല്ലാ സപ്പോർട്ടും എല്ലാവരുടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. എങ്ങനെയൊക്കെയാ കാര്യങ്ങള്? നമ്മളിപ്പോ ഇവിടെ വെച്ചിരിക്കുന്ന സാധനങ്ങൾ എന്താ വെച്ചാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സ് നമുക്ക് പോസിബിൾ ആവുന്ന തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ക്ലിനിക്കിൽ. അപ്പൊ ഏറ്റവും പുതിയ രീതിയിലുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ പേഷ്യൻസിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് പേഷ്യൻസ് നല്ല രീതിയിൽ ചെന്ന് ഭവിക്കുന്നത് നമ്മൾ വിശ്വസിക്കുന്നു. എല്ലാം നല്ലതായി വരട്ടെ. നിങ്ങളെല്ലാവരുടെ സ്നേഹവും സഹകരണവും പ്രാർത്ഥനയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഓക്കെ.